الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولو أنا كتبنا عليهم أن اقتلوا أنفسكم أو اخرجوا من دياركم ما فعلوه إلا قليل منهم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യനായി ജനിച്ച ഏതൊരാൾക്കും താൻ ജീവിക്കുന്ന, ജനിച്ചു വളർന്ന നാടുമായി പ്രകൃതിപരമായൊരു ബന്ധമുണ്ട്. അവന്റെ സ്വഭാവത്തെയും മൂല്യങ്ങളെയും വ്യക്തിത്വത്തെയുമൊക്കെ രൂപപ്പെടുത്തുന്നതിൽ ആ നാടിന് വലിയ പങ്കുണ്ട്. നമുക്കറിയാം, ഓരോ വ്യക്തികളെ കാണുമ്പോഴും നമുക്ക് ചോദിക്കാതെ തന്നെ അറിയാം അത് ഏത് രാജ്യത്തിലെ ആളാണ് അല്ലെങ്കിൽ ഏത് നാട്ടിലെ ആളാണുള്ളത്. കാരണം ആ ഒരു പ്രകൃതിയിലായിരിക്കും അവരുടെ ശരീരത്തിലെ പോലും നമുക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ നാടിനോടും രാജ്യത്തോടുമുള്ള സ്നേഹം എന്നത് മനുഷ്യന്റെ പ്രകൃതിയിൽ അല്ലാഹു തആല നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യമാണ്. സ്വന്തം നാടിനോടുള്ള സ്നേഹവും
അതിൽ നിന്ന് വിട്ടുപിരിയുന്നതിന്റെ വേദനയും എത്രത്തോളം ഉണ്ട് എന്നത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ജീവിതത്തോടുള്ള സ്നേഹത്തോട് ഉപമിച്ചുകൊണ്ടാണ് നാടിനോടുള്ള ബന്ധത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. സൂറത്തു നിസായിലെ 66-ാമത്തെ ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ ഇഖ്തുലൂ അൻഫുസകും വഖുറുജൂ മിൻ ദിയാരികും മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്ബീതാ. നോക്കി, നിങ്ങൾ ഒരാളോട് സ്വന്തം ജീവൻ വധിക്കാൻ പറയുന്നതും സ്വന്തം നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നതും ഒരുപോലെ കഠിനമായ കാര്യമാണ്. ഒരാളോട് പറയാണ് ഈ സ്വന്തം ജീവ ഈ കളയണമെന്ന്, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോണം, ഈ നാട്ടിൽ നിനക്ക് താമസിക്കാൻ പറ്റൂല എന്ന് പറയുന്നതും രണ്ടും ഒരുപോലെ കഠിനമായ കാര്യമാണെന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് കാണിക്കുന്നത് പ്രിയപ്പെട്ടവർ, വിശ്വാസിക്ക് തന്റെ നാട് ജീവന് തുല്യം പ്രിയപ്പെട്ടതാണെന്നാണ്. നമുക്ക് വിശ്വാസ സംരക്ഷണത്തിനായി മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത ഘട്ടത്തിൽ മാത്രമാണ് ഇസ്ലാം എന്ത് ചെയ്തത്? ഇസ്ലാം ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ പോകാൻ പറഞ്ഞത്. നമുക്കിവിടെ സ്വസ്ഥമായി ജീവിക്കാൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമുക്ക് എന്തുണ്ട്? ഇപ്പോ നമുക്ക് അവകാശമുണ്ട്, അത് സാധിക്കുന്നുണ്ട്. ആ ഒരു നാട്ടിൽ നിന്ന് പ്രിയമുള്ളവരെ വേറൊരു നാട്ടിലേക്ക് രാജ്യം വിട്ടുപോകുക എന്ന് പറഞ്ഞാല് അത് ഇസ്ലാം അനുവദിക്കണില്ല. അഥവാ നമ്മുടെ ആദർശ സംരക്ഷണത്തിന് മറ്റു മാർഗങ്ങളില്ലാതെ വരുന്ന ഘട്ടത്തിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? പ്രവാചകരും സ്വഹാബത്തും മറ്റൊരു നാട്ടിൽ നിന്ന്, അഥവാ മക്ക എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകരും സ്വഹാബത്തും ഹിജ്റ പോയത്. ഒരു വ്യക്തിയുടെ പ്രിയപ്പെട്ടവരെ ഉയർന്ന സ്വഭാവത്തിന്റെയും ഉത്തമമായ വ്യക്തിത്വത്തിന്റെയും അടയാളമായി പണ്ഡിതന്മാർ എണ്ണുന്നത് അവന്റെ നാടിനോടുള്ള സ്നേഹത്തെ നോക്കിയാൽ മതി. ഒരാളുടെ വ്യക്തിത്വം ഒരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, ഒരാളുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കുക? ഇലാ ഔത്വാനിഹി എന്നാണ്. അതാ അവന്റെ നാടിനോടുള്ള ആഗ്രഹവും അവന്റെ സ്നേഹവും മനസ്സിലാക്കിയാൽ മതി ഒരാളെ വ്യക്തിത്വം മനസ്സിലാക്കാൻ. പിന്നെ പറഞ്ഞെന്തറിയോ? സഹോദരങ്ങളോടുള്ള ഈടുറ്റ ബന്ധം, അതേപോലെ കഴിഞ്ഞുപോയ നല്ല കാലത്തെ കുറിച്ചുള്ള അവന്റെ ഓർമ്മകൾ നോക്കിയാൽ മതി. എന്ത്? ഒരാളുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ. അഥവാ അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിക്ഷേപിച്ച ഈ പ്രകൃതി സഹജമായ ഈ ഒരു ഗുണത്തെക്കുറിച്ച് കൃത്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ ഈ ഒരു കാര്യത്തിന്റെ മഹത്വത്തെ കുറിച്ച് വിവരിക്കുന്നത് കാണാൻ പറ്റും. സലാസു ഖിസ്വാലിൻ ഫി സലാസതി അസ്നാഫിൻ മിനൽ ഹയവാൻ. മൂന്ന് ആളുകളെ, മൂന്ന് ജീവനുള്ളതിനെ പരിചയപ്പെടുത്തുന്നു. അതിന്റെ പ്രത്യേകത എന്താ? ഒന്ന് അൽ ഇബ്ലു തഹിന്നു ഇലാ ഔത്വാനിഹി വഇൻ കാന അഹ്ദുഹാ ബഈദ. ഒട്ടകണ്ടല്ലോ, ഒട്ടകം അത് എത്ര ദൂരത്തായാലും അതെന്ത് ചെയ്യും? അത് അതിന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി അത് വെമ്പൽ കൊള്ളുന്നത്. രണ്ടാമത് പറഞ്ഞത് വത്വയിറു ഇലാ വഖരിഹി വഇൻ കാന മൗളിഉഹു മുജ്ദിബൻ. പക്ഷി, ഒരു പക്ഷി അതിന്റെ കൂട് നിൽക്കുന്ന സ്ഥലം അത് വെള്ളമില്ലാതെ വരണ്ടതാണെങ്കിലും ആ കൂട്ടിലേക്ക് തന്നെ എന്ത് ചെയ്യും? ആ കൂട്ടിലേക്ക് തന്നെ പക്ഷി പടന്നെത്തും. അത് അതിന് ആ നാടിനോടുള്ള സ്നേഹമാണ്. ഒട്ടകം അങ്ങനെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് ആ നാടിനോടുള്ള ഒട്ടകത്തിന്റെ സ്നേഹമാണ്. ഇതേപോലെ മൂന്നാമത് പറഞ്ഞു വൽ ഇൻസാനു ഇലാ വത്നിഹി വഇൻ കാന ഗൈറുഹു അക്തറ നഫ്അ. മനുഷ്യൻ എന്താണ്? മനുഷ്യൻ മറ്റു നാടുകളിൽ കൂടുതൽ ഭൗതികമായ ലാഭങ്ങൾ ഉണ്ടെങ്കിലും അവൻ എന്ത് ചെയ്യും? താൻ ജനിച്ച നാടിനോട് അടങ്ങാത്ത സ്നേഹം
മനുഷ്യനുണ്ടാവും. ഇത് പ്രകൃതിയിൽ പ്രിയമുള്ളവർ അല്ലാഹു തആല സംവിധാനിച്ചൊരു രീതിയാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ജീവിച്ച നാടിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രവാചകത്വം ലഭിച്ച സമയത്ത് പേടിച്ച് പ്രവാചകൻ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഖദീജ ബീവി പ്രവാചകനെയും കൊണ്ട് ആ കാലഘട്ടത്തിലെ വൈദ്യനായിരുന്ന അഥവാ ക്രിസ്തീയ പണ്ഡിതൻ കൂടിയായിരുന്ന വറഖത്ത് ഇബ്നു നൗഫലിന്റെ അരികിലേക്ക് പ്രവാചകനെ കൊണ്ടുപോകാണ് ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. വിവരങ്ങൾ കേട്ട് എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ മനസ്സിലാക്കി കൊടുത്തപ്പോ വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ഹാദാ അന്നാമൂസ് അല്ലദീ നസ്സലല്ലാഹു അലാ മൂസ യാ ലൈതനി ഫീഹാ ജദഅൻ ലൈതനി യകൂനു ഹയ്യൻ ഇദ് യുഖ്രിജുക ഖൗമുക. വറഖത്ത് ഇബ്നു നൗഫൽ പറയാണ്, ഇത് മൂസ അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് അല്ലാഹു തആല അയച്ച ദൂതനാണ് താങ്കൾ അടുത്തും വന്നിട്ടുള്ളത് എന്നാണ്. അഥവാ താങ്കൾ അടുത്ത് വന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇങ്ങോട്ട് പറഞ്ഞാൽ എന്താ അറിയോ, നിന്റെ ജനത നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു എന്നാണ് വറഖത്ത് ഇബ്നു നൗഫൽ പറയുന്നു. ഇത് കേട്ടപ്പോ പ്രിയമുള്ളവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ഭുതത്തോടെയും വേദനയോടുകൂടെയും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ, ഔ മുഖ്രിജിയഹും, അവരെന്നെ എന്റെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നാണ്. സ്വന്തം ജനത പ്രിയമുള്ളവരെ തന്നോട് ശത്രുത കാണിക്കുന്നതിനേക്കാൾ പ്രവാചകനെ വേദനിപ്പിച്ച കാര്യം എന്തെന്നറിയോ? പ്രവാചകന് ഏറ്റവും സങ്കടം ഉണ്ടാക്കിയ കാര്യം ആ നാട്ടിൽ നിന്ന് നാട് വിടേണ്ടി വരുമെന്ന് വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞപ്പോഴാണ്. അതല്ലാതെ പ്രവാചകനെ ആ നാട്ടുകാർ ഉപദ്രവിച്ചപ്പോഴൊന്നും പ്രവാചകൻ അത്ര വേദന ഉണ്ടായിട്ടില്ല. ഒരു നാട്ടിൽ നിന്ന് താൻ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഇവിടുന്ന് പോണെന്ന് അള്ളാന്റെ കൽപ്പന വന്നപ്പോ പ്രവാചകനുണ്ടായ സങ്കടം നമുക്ക് ചരിത്രത്തിൽ കൃത്യമായി പ്രിയമുള്ളവരെ കാണാൻ പറ്റും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ ഹിജ്റ പോകാണ്. നിർബന്ധിതനായി വന്നപ്പോഴാണ് ഹിജ്റ പോണത്. അവസാനം മക്കയുടെ അതിർത്തിയിൽ നിന്ന് മദീനയിലേക്ക് എത്തി. മക്കയുടെ അതിർത്തിയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്ക് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. വല്ലാഹി വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാ, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ നാടും അതോടൊപ്പം തന്നെ അല്ലാഹുവിന് വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നാടും മക്ക നീയാണ് എന്നാണ്. അള്ളാന്റെ ഭൂമിയിൽ ഏറ്റവും നല്ല നാടും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടും മക്ക നീയാണ്. വലൗല അന്നി ഉഖ്രിജ്തു മിൻക മാ ഖറജ്തു, ഈ നാട്ടിലെ ആളുകൾ, ഈ നാട്ടുകാർ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ നാട് വിട്ട് എവിടേക്കും പോകില്ല എന്നാണ്. ഞാൻ ഇവിടെ തന്നെ താമസിക്കുമായിരുന്നു. അത്ര സ്നേഹമായിരുന്നു പ്രവാചകനെ പ്രിയമുള്ളവരെ സ്വന്തം ജനിച്ചു വളർന്ന നാടിനോട്. മദീന തന്റെ രണ്ടാമത്തെ മാതൃരാജ്യമായി സ്വീകരിച്ചപ്പോ അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്നേഹം പ്രിയമുള്ളവരെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ കാന ഇദാ ഖദിമ മിൻ സഫറിൻ ഫനദറ ഇലാ ജുദുറാത്തിൽ മദീന ഔളഅ നാഖതഹു വഇൻ കാന അലാ ദാബത്തിൻ ഹറകഹാ മിൻ ഹുബ്ബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ മദീനയുടെ മതിലുകൾ കണ്ടാൽ താൻ സഞ്ചരിക്കുന്ന വാഹനത്തെ പ്രവാചകൻ വേഗത്തിലാക്കുന്നുണ്ട്. അഥവാ മദീനയോടുള്ള പ്രവാചകന്റെ സ്നേഹം കൊണ്ടായിരുന്നു അതിൽ നിന്ന്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഈ ഹദീസ് പ്രിയമുള്ളവരെ മദീനയുടെ മഹത്വം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ താമസിക്കുന്ന നാടിനെ സ്നേഹിക്കേണ്ട ആവശ്യകതയും ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് എന്നാണ്. അതോടൊപ്പം സ്വഹാബികളും അങ്ങനെയായിരുന്നു.
മദീനയിലെത്തിയ ബിലാൽ റളിയല്ലാഹു അൻഹു പനി പിടിച്ച് കിടക്കുമ്പോൾ മക്കയിലെ ആ ദിക്ർ പുല്ലുകളെയും മജന്നയിലെ ഉറവകളെയും ഓർത്ത് അദ്ദേഹം കവിത ആലപിച്ചുകൊണ്ട് തന്റെ നാടിനെ ഓർത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു കരയാറുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു വിശ്വാസിക്ക് സ്വന്തം ജനിച്ചു വളർന്ന നാടിനോടുള്ള സ്നേഹമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ പുരോഗതിയും നിർഭയത്വവും നമ്മുടെ ആവശ്യമാണ്. നാട്ടിൽ നന്മയുണ്ടായാൽ അതിന്റെ ഗുണാരിക്ക ആ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും അതിന്റെ ഗുണമുണ്ട്. ഒരു നാട്ടിൽ ഫസാദ് ഉണ്ടായാൽ, കുഴപ്പങ്ങൾ ഉണ്ടായാൽ അതിന്റെ പ്രയാസം ആ നാട്ടിലെ മുഴുവൻ ആളുകളും അത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് വർത്തമാനകാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ഫസാദുകള്, കുഴപ്പങ്ങള് സമൂഹത്തിൽ ഇല്ലാതാക്കാന്നുള്ളത്. നാട്ടില് വർഗീയതയും ഭിന്നതയും വിദ്വേഷവും വളർത്താൻ ചില ശക്തികൾ പരിശ്രമിക്കുന്ന കാലാണിത്. അവിടെ നമ്മൾ സമാധാനത്തിന്റെ വക്താക്കളായി നമ്മൾ മാറണം, തഖ്വയുള്ളവരായി നമ്മൾ മാറണം. ഒരു നാട്ടില് അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാകാൻ, അനുഗ്രഹമുണ്ടാകാൻ പ്രധാന കാരണം അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസവും തഖ്വയുമാണ് എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആ നാട്ടുകാർ വിശ്വസിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തിൽ നിന്നും അതേപോലെ ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു എന്നാണ്. ഇവിടെ നാട്ടില് അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? ആ നാട്ടിലെ ആളുകൾക്ക് പ്രിയമുള്ളവരെ വിശ്വാസവും തഖ്വയും ഉണ്ടാകണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ ഭരണാധികാരികളെ അവരെ അനുസരിക്കുക എന്നുള്ളത്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഭരണാധികാരി ഉണങ്ങിയ മുന്തിരി പോലെ എന്താണ് തലയുള്ള അല്ലെ മുടിയുള്ള ആ നിലക്കുള്ള ചുരുണ്ട മുടികളുള്ള ഒരു നീഗ്രോ അടിമയാണ് നിങ്ങളുടെ ഭരണാധികാരിയെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? അയാളെ നിങ്ങൾ അനുസരിക്കണം എന്നാണ്. ഏതില്? നന്മയുടെ കാര്യത്തിൽ, നന്മയുടെ കാര്യങ്ങളിൽ മാത്രം. എന്നാൽ ഭരണാധികാരികളുടെ വ്യക്തിപരമായ യുക്തിരഹിതമായ ആഹ്വാനങ്ങളോ ആചാരങ്ങളോ ഒരു മുസ്ലിം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അനുസരിക്കേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ കോവിഡ് കാലത്ത് ആ വൈറസ് പോകാൻ വേണ്ടി പാത്രം കൊട്ടാൻ പറഞ്ഞു. അത് മുസ്ലിങ്ങൾ എന്ത് ചെയ്യേണ്ടല്ല, അനുസരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അതേ ഭരണാധികാരി ഒരു നന്മയായ കാര്യം പറഞ്ഞാല് നമ്മുടെ ഭരണാധികാരി എന്ന നിലയ്ക്ക് അതനുസരിക്കൽ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ കടമയാണ്, ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ആ ഭരണാധികാരികൾ നന്മ ചെയ്യുന്നവരാണെങ്കിൽ, നന്മയിൽ മുന്നേറുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും വേണം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് അദ്ദേഹം പറയുന്നുണ്ട്, ലൗ കാന ലി ദഅവത്തുൻ മുസ്തജാബ. എല്ലാവർക്കും എന്തുണ്ട് അല്ലെ? പ്രവാചകന്മാരെ കുറിച്ച് പറയാണ്. പ്രവാചകന്മാർക്ക് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന ഉണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു കൊടുത്ത കാര്യമാണ് ഉത്തരം കൊടുക്കുന്നൊരു പ്രാർത്ഥന. അത് പ്രാർത്ഥിച്ചാൽ തീർച്ചയാണ് ഉത്തരം കിട്ടുന്നുള്ളത്. എല്ലാ പ്രവാചകന്മാരും അത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ് തന്റെ ആവശ്യത്തിന് വേണ്ടി അത് പ്രാർത്ഥിക്കാതെന്നത്. നമുക്ക് വേണ്ടി മാറ്റിച്ചേക്കാണ് പരലോകത്തേക്ക്. ഈ ഉമ്മത്തിന് വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥന മാറ്റിവെച്ചു. പ്രിയപ്പെട്ടവരെ, അത്രയും സ്നേഹമാണ് നമ്മുടെ നേതാവിന് നമ്മോട്. ഫുളൈൽ ഇബ്നു ഇയാദ് പറയാണ്, അതേപോലെ ഉത്തരം ലഭിക്കുന്നൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നുവെങ്കിൽ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ പ്രാർത്ഥന ഞാൻ എന്ത് ചെയ്യുന്നറിയോ? എൻ്റെ പ്രാർത്ഥന ഞാൻ എൻ്റെ നാട്ടിലെ ഭരണാധികാരിയുടെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. എൻ്റെ ഭരണാധികാരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അത് ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാനും ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ ശക്തികളെ തോൽപ്പിക്കാനും പ്രിയമുള്ളവരെ രാഷ്ട്രീയപരമായും സാമുദായികമായും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബോധവാന്മാരാകണം. അത് ഇലക്ഷൻ സമയങ്ങളിൽ നമ്മളത് കൃത്യമായി ഉപയോഗിക്കുക. പൊതുവിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ ഒരു വിശ്വാസി നടത്തണം. നമ്മൾ വെറും ദീനീപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, പൊതുവായ കാര്യങ്ങളിലും
ഒരു മുസ്ലിമിന്റെ കൈകൾ എന്ത് ചെയ്യണം, എത്തണം. അത്തരം വിഷയങ്ങളിലൊക്കെ ഒരു ഇടപെടലുകൾ ഒരു മുഅ്മിനിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇന്ന് നമുക്ക് ആരാധനാ സ്വാതന്ത്ര്യവും ദീന് പ്രബോധനം ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഈ സൗകര്യങ്ങളെ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുക, മാതൃകാ മുസ്ലിമായി ജീവിക്കുക, ഇസ്ലാമിന്റെ കാരുണ്യം പ്രിയമുള്ളവരെ മറ്റുള്ളവർക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കേണ്ടത്. ഈ നാടിനോട് സ്നേഹമുള്ളവരായി നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.